ഇറാനിൽ ഉൾപ്പെടെ പ്രശ്നപരിഹാരത്തിനെന്ന വ്യാജേന ഇടപെടുന്ന ട്രംപിന്റെ സ്വന്തം അമേരിക്കയിൽ കലാപ സമാന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർക്കെതിരെ US സംസ്ഥാനമായ മിനിസോട്ടയിൽ തുടരുന്ന പ്രതിഷേധം അനുദിനം കനക്കുകയാണ്. കുടിയേറ്റ വിരുദ്ധ പരിശോധന നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിനെതിരെ മിനിസോട്ട സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മിനിയപ്പോളിസിൽ ഇമിഗ്രേഷൻ ഏജന്റുമാരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കഴിഞ്ഞയാഴ്ച ഇമിഗ്രേഷൻ ഏജന്റിന്റെ വെടിയേറ്റ് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലുള്ള രോഷമാണ് ജനകീയ പ്രതിഷേധമായി മാറിയത്. നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള റെയ്ഡുകൾക്ക് നഗരത്തിൽ സായുധരായ 2000 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. റെയ്ഡ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലെ ആവശ്യം. അമേരിക്കയിലെ സ്ഥിതിഗതികൾ അവതാളത്തിലാവുമ്പോഴും ഇറാനിലെ പ്രതിഷേധക്കാർക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായം ഉടനെത്തും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇറാനിലെ പ്രതിഷേധക്കാരോട് അവരുടെ പ്രകടനങ്ങൾ തുടരാനും ട്രംപ് ആവശ്യപ്പെടുന്ന വിരോധാഭാസത്തിനാണ് ലോകം സാക്ഷിയാകുന്നത്. ഇറാനിൽ ആഴ്ചകളായി നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയുണ്ടായ അടിച്ചമർത്തലിൽ ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് എരിതീയിൽ എണ്ണയൊഴിക്കും പോലെ ട്രംപിന്റെ പ്രസ്താവന. ഇറാനിയൻ രാജ്യസ്നേഹികളെ, പ്രതിഷേധം തുടരുക, നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കൂ, കൊലപാതകളുടെയും അതിക്രമം ചെയ്യുന്നവരുടെയും പേരുകൾ ഓർത്തുവെക്കുക, അവർ വലിയ വില നൽകേണ്ടി വരും. പ്രതിഷേധക്കാരെ അർത്ഥശൂന്യമായി കൊലപ്പെടുത്തുന്നത് നിർത്തുന്നതുവരെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും ഞാൻ റദ്ദാക്കിയിട്ടുണ്ട്. സഹായം ഉടൻ എത്തുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. സഹായം ഉടൻ എത്തും എന്നതുകൊണ്ട് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധത്തിൽ ഈ സന്ദേശം കൂടുതൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ഉറപ്പ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് ട്രംപിന്റെ പുതിയ സന്ദേശമെന്നാണ് നിഗമനം. ഇറാനുമായി വ്യാപാരത്തിലേർപ്പെടുന്ന ഏത് രാജ്യത്തിനും അമേരിക്കയുമായുള്ള എല്ലാ വ്യാപാരത്തിനും 25% താരിഫ് നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ചുരുക്കത്തിൽ ട്രംപ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ്.